നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെയധികം നിർണായകമായൊരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസം പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. മലയാള സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിലെ ഓരോ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ നടുങ്ങുകയാണ് ആരാധകരും. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പുറത്തുവിടാതിരുന്നതിന് സർക്കാർ തന്നെ മറുപടി പറയണമെന്ന് തുറന്നടിച്ചുകൊണ്ട് പറയുകയാണ് പത്മപ്രിയ. ആരൊക്കെ നിഷേധിച്ചാലും സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ട്. വെറുമൊരു ലൈംഗികാരോപണം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെ സിനിമാ സംഘടനകൾ കാണുന്നത്. അധികാര ശ്രേണി ഉള്ളതുകൊണ്ടാണ് ലൈംഗികാതിക്രമം നടക്കുന്നതെന്നും നടി ആരോപിച്ചു. അമ്മ എന്ന താരസംഘടനയ്ക്ക് തലയും നട്ടലുമില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. അമ്മയിലെ കൂട്ടരാജി നിരുത്തരവാദപരമായ നടപടിയാണെന്നും താരം തുറന്നടിച്ചു. രാജി എന്ത് ധാർമ്മികതയുടെ പേരിലാണെന്നും പത്മപ്രിയ ചോദിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ തുറന്നടിച്ചുള്ള ഒരു പ്രതികരണം. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് മുൻ ബോളിവുഡ് താരം സോമിയാലിയും രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും താനത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും സോമിയാലി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സിനിമയിൽ മുന്നേറാൻ വഴങ്ങണമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിന് താൻ തയ്യാറായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുന്നറിയിപ്പാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സിനിമയിൽ എല്ലാവർക്കും ഭയമില്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയണം. താൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് തന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, മുന്നേറണമെങ്കിൽ പലരുടെയും ഹോട്ടൽ സ്യൂട്ടിലേക്ക് കയറി ചെല്ലണമെന്ന്. സിനിമയിലെ വലിയ താരങ്ങളുടെ മുറിയിൽ ഇന്ന് അപമാനത്തോടെ വേദനയോടെ ഇറങ്ങിപ്പോകുന്ന നടിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് മാന്യമായി ജീവിക്കുന്ന പലരും വേട്ടക്കാരുടെ കൂട്ടത്തിലുണ്ട് എന്നും സോമിയാലി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തനിക്കെതിരായ ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സിദ്ദിഖിന്റെ വാദം. കേസ് നിലനിൽക്കില്ലെന്ന് ബോധ്യമായപ്പോഴാണ് നേരത്തെ ഉന്നയിക്കാത്ത ബലാത്സംഗ ആരോപണം ഇപ്പോൾ പറയുന്നത് എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. അതേസമയം മുകേഷ് MLAയുടെ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. മുകേഷിന് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. ഈ ഹർജിയിൽ ഉത്തരവ് ഇന്നുണ്ടായേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.